ഈ പിണറായി സർക്കാർ താഴെ ഇറങ്ങണം. UDFന്റെ സർക്കാർ വീട് വരണം. വന്നേ പറ്റൂ. നല്ല വികസനമാണ് പിണറായി ചെയ്തത്. അതേപോലെ ഇനിയും വരാൻ ഓരന്നെ സാധ്യതയുണ്ടത്. ഭരണം മാറണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഒരു സ്കൂളുണ്ട്, സ്കൂളിനും വളരെ പ്രാരാബ്ദങ്ങളെല്ലാം ഉള്ള ഒരു ഇതാണ്. പിന്നെ LBS എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഒരു ഇതോ ടൗണിൽ പഞ്ചായത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല. ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറ്റി തരണം. 10 വർഷത്തെ വികസനം മണ്ഡലത്തിൽ ഇവിടെ ഉള്ള കാണാനല്ല. ഇപ്പൊ ഇവിടെ തന്നെ നോക്ക്, ഒരു ബ്രിഡ്ജ് വരേണ്ടതാണ്, മേൽപ്പാലം. ഇതുവരെ ഇവിടെ ഇല്ല. ഒരു സ്കൂളുണ്ട്, സ്കൂളിനും വളരെ പ്രാരാബ്ദങ്ങളെല്ലാം ഉള്ള ഒരു ഇതാണ്. പിന്നെ LBS എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഒരു ഇതോ ടൗണിൽ പഞ്ചായത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല. തെരുവിളക്കുകളും തന്നെ പലതും പ്രകാശിക്കാതെ. ഇതിപ്പോ നമ്മളെ നാടിന്റെ ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഭൂരിഭാഗം ഗ്രാമപ്രദേശങ്ങളും ഇങ്ങനെയാണ് ഈ ഉദുമണ്ഡലത്തിലുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഈ രാഷ്ട്രീയത്തിന്റെ ഇടയിൽ വികസനം ചർച്ച ആകുന്നില്ല വേണ്ടുന്നത്ര. അതാണ് ഇപ്പോ ഈ മണ്ഡലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആശുപത്രി ആവശ്യത്തിനുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരുപാടുണ്ട്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് പരാതികളും വരുന്നുണ്ട്. വളരെയേറെ സാധാരണക്കാർക്ക് പോകാത്ത വിധത്തിൽ നല്ല കാശ് ഈടാക്കുന്നുണ്ട്. പിന്നെ ഒരു സാധാരണക്കാരന് വല്ല പ്രശ്നം വന്നാൽ ചെറിയ ഇപ്പോൾ പനി പോലുള്ള കഥയല്ല, ഈ സ്ട്രോക്ക് പിന്നെ ഹൃദയാഘാതം ഇതൊക്കെ ഇപ്പോൾ കൂടി വരികയല്ലേ. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഞങ്ങളെ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും പിന്നെ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ പാർട്ടിക്കാരും നല്ല യോജിപ്പിലാണ് പോകുന്നുള്ളത്. അതുകൊണ്ട് ഒരു സൗഹൃദാന്തരീക്ഷത്തിലാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നുള്ളത്. അതുപോലെ എൻ്റെ ഇപ്പോൾ ചുറ്റുമുള്ളതെല്ലാം LDF പ്രവർത്തകരാണ്. അതൊന്നും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞതിന് തടസ്സമില്ല. അതുപോലെ അവരുടെ അഭിപ്രായം അവരും രേഖപ്പെടുത്തുമായിരിക്കും. നമ്മളിപ്പോൾ ഇതുവരെയായിട്ട് ഭരിച്ചുകൊണ്ടുള്ളത് ഉദുമ നിയോജകമണ്ഡലം ഭരിച്ചുകൊണ്ടുള്ളത് CH കുഞ്ഞുമ്പുമാണ്. അതിൻ്റെ തുടർ ഭരണം സാധ്യമാകണമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനി മുമ്പോട്ട് അത് തന്നെ വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നുള്ള ഈ വികസന പ്രദർശനം എങ്ങനെ വെച്ചാൽ LBS കോളേജിലേക്കുള്ള റോഡ് അത് കോൺക്രീറ്റ് റോഡാണ്. പോവൽ ജംഗ്ഷൻ തൊട്ട് കോളേജ് വരെ ഉള്ളത്. പിന്നെ ഇവിടെ അക്കരയിൽ എത്ര പാലങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പോരാത്തന്നെ ഇവിടെ സ്കൂളുകൾ വന്നിട്ടുണ്ട്. ആ സ്കൂളിനെ ഇപ്പോൾ വിലയിരുത്തി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിൻ്റെ ഒരു ആൾക്കാരാണ് അത് വിലയിരുത്തിയിട്ടുള്ളത്. അത് കാണാതെ പോയി അവർ. സ്മാർട്ട് ക്ലാസ് ഇവിടെ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നറിയില്ല സുഹൃത്ത് എങ്ങനെയാണ്. അപ്പോൾ ഇത്രയെല്ലാം വികസനം കാഴ്ച വെച്ചെടുത്തേക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പറഞ്ഞ് ഡയാലിസിസ് അടക്കം നടത്തുന്നതിലുള്ള മുളിയാർ എങ്ങനെ വെച്ചാൽ മുളിയാർ ഇതിലുള്ള വില്ലേജിലുള്ള അവിടെ ഇപ്പോൾ ഡയാലിസിസ് നടക്കുന്നുണ്ട്. ആരുടെ ഭരണത്തിലാണ് നടന്നിട്ടുള്ളത് ഒന്ന് തെളിയിക്കാൻ പറയാം അവരോട്. ആരാന്ന് കൊണ്ടുവന്നതെന്നും അവരോട് പറയാൻ പറയും. പിന്നെ വേറെന്ത് കാര്യം എന്ന് പറയുന്നുള്ള ഇപ്പോൾ ഓപ്പറേഷൻ കാര്യങ്ങൾ ഹാർട്ടിൻ്റെയോ കാര്യങ്ങൾ പറയുന്നുള്ളത് ഇത് കാസർഗോഡ് എന്നുള്ള ഉദുമ നിയോജകമണ്ഡലത്തിൽ ഇത് തൊട്ട് കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റല് അതെങ്ങനെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് അവരോട് അന്വേഷിക്കാൻ പറയും. ഈ കാര്യങ്ങളെല്ലാം മുമ്പിൽ കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നുള്ളത്. കേരളം മൊത്തം ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നതാണ്. UDF എങ്ങനെയാണെന്ന് തിരിച്ചു വരും. അതുപോലെ ഉദുമ മണ്ഡലത്തിലും മാറ്റം ആഗ്രഹിക്കുന്നതാണ്. നീലകണ്ഠൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. LDFന്റെ പ്രവർത്തനം ഞങ്ങൾക്ക് പൂർണ്ണ പരാജയത്തിലാണ് ഞങ്ങൾ. ഉദുമ നിയോജക മണ്ഡലത്തിൽ വർഷങ്ങളായിട്ട് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വികസനത്തിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ LDFന് മുൻതൂക്കം എല്ലാ കാര്യങ്ങളിലും വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് LDF നല്ല വികസനം നടത്തിയ ഒരു ഏരിയയാണ് ഉദുമ നിയോജക മണ്ഡലം. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇടത് പക്ഷത്തിന് തന്നെ തുണക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവിടെ വികസനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലൈറ്റ് പോലും സഖാവ് കുഞ്ഞമ്പ് കൊണ്ടുവന്ന പിന്നെ LBSലേക്കുള്ള റോഡ് ഇത് എല്ലാം സ്കൂള് ഇതെല്ലാം MLA ഫണ്ടിൽ നിന്ന് ഇവിടെ പാസ്സാക്കിയിട്ടുള്ള പല വികസന പദ്ധതികളും ഇവിടെ MLA ഫണ്ടിലൂടെ പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുളിയാർ പഞ്ചായത്തിൽ മൊത്തമായിട്ടും MLA ഫണ്ട് നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുന്നത് 35-40 കൊല്ലമായി LDF വരുന്നത്. ഇനും LDF വരും, വേറൊരു പാർട്ടി വരെയല്ല. നല്ല വികസനമാണ് പിണറായി ചെയ്തത്. അതേപോലെ ഇനും വരാൻ ഓരന്നെ സാധ്യതയുണ്ടത്. കേരളം മൊത്തം വരാനുള്ള സാധ്യതയുണ്ട്. നല്ല പ്രവർത്തനം. അതിൽ മുമ്പത്തെ കുഞ്ഞിരാമ MLA അയാളും നല്ല പ്രവർത്തനം.
അതെല്ലാം നല്ല പ്രവർത്തനം ചെയ്ത ആളാണ്. ബന്ധെടുക്കല് നമുക്കിപ്പം ആശുപത്രി ഉണ്ട്, പേരിനൊരു ആശുപത്രി ഉണ്ട്, പക്ഷെ കിടത്തി ചികിത്സയൊന്നും അവിടെ ഇല്ല. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ കുറച്ച് ദൂരം വേടക ആശുപത്രിയിലാണ് സമീപിക്കേണ്ടത്. ഒരു കിടത്തി ചികിത്സയുള്ള ഒരു ആശുപത്രി വേണമെന്നാണ് ആഗ്രഹം. വീടില്ലാത്തവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കണം. നമ്മളതെല്ലാം ചെറിയ വീടാണ്, സീറ്റിട്ട വീടാണ്. അപ്പൊ നമ്മൾ കുറേ അപേക്ഷകൾ വെച്ചിട്ട് ഇതുവരെ പാസ്സായിട്ടാ. ഒരു ഭരണം മാറണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ആര് വരണം എന്നാണ് ആഗ്രഹം? പിന്നെ രണ്ടു മുന്നണി ഇപ്പൊ ഇതുവരെ മാറി മാറി ഭരിച്ചല്ലോ. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. ഇനി ഒരു പുതിയൊരു മുന്നണി വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രതീക്ഷയുണ്ട് അവരില്. പക്ഷെ അത് വരണം എന്നാണ് ആഗ്രഹം. BJP ജയിക്കാനാണ് ആഗ്രഹം. ഈ പിണറായി സർക്കാർ താഴെ ഇറങ്ങണം. UDFന്റെ സർക്കാർ വീട് ഭരണം വന്നേ പറ്റൂ, വന്നേ പറ്റൂ, വന്നേ പറ്റൂ, വന്നേ പറ്റൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന ഈ ബന്ധെടുക്ക റോഡിന്റെ ഈ ദയനീയാവസ്ഥ കണ്ടിട്ട് ഇതിലെ ഈ ഓവുചാലിന്റെ വെള്ളം പോകാൻ വേണ്ടിട്ട് സൗകര്യമാക്കിയിട്ട് ടാറിങ് ചെയ്ത് വരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ആര് വിജയിക്കണം എന്നാണ് ആഗ്രഹം? ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമ്മളെ ബുദ്ധിമുട്ടുകൾ ഓക്കെ. ടൗണില് എപ്പോഴും പൊടിയാണ്. ഈ മഴക്കാലത്ത് ഓവുചാലിന്റെ വെള്ളം പോകില്ല. പിന്നെ വേനൽക്കാലത്ത് ഫുള്ള് പൊടിയായിട്ട് കച്ചവടക്കാർക്കൊന്നും കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പൊടി മാസ്ക് വെക്കാതെ ഇവിടെ ഇരിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് എപ്പോഴും മാസ്ക് വെച്ചിട്ടിരിക്കുന്നത്.